ഹലോ കൂട്ടുകാരെ, കുറച്ച് നാളായി ഈ വഴിയൊക്കെ വന്നിട്ടല്ലേ? കുറച്ച് തിരക്കായി പോയി, അതാണേ. കഴിഞ്ഞ ആഴ്ച അങ്ങ് ആമസോണിൽ നിന്ന് ഒരു സ്വയംഭൻ സാധനം അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഈ മഞ്ഞപ്പെട്ടിക്കകത്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ വെൽഡിംഗ് മെഷീൻ ആണ് കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിലെ ചില്ലറ വെൽഡിംഗ് വർക്കുകൾക്കായി മാത്രം വാങ്ങിയതാണേ. ആമസോൺ നല്ല വെടിപ്പായിട്ട് തന്നെ പാക്ക് ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ ഡെലിവറിയും ചെയ്തു. ബില്ലും കാര്യങ്ങളും ഒക്കെ ബോക്സിനകത്ത് തന്നെ തന്നിട്ടുണ്ടേ. അപ്പോൾ വെൽഡിംഗ് സെറ്റിന്റെ വില കയ്യോടെ കണ്ടോ? പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കില്ലേ. 3910 രൂപ ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞൻ വെൽഡിംഗ് സെറ്റിന്. പിന്നെ ഒരു കാര്യം, വെറുതെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. അൺബോക്സിങ്ങും യന്ത്രത്തിന്റെ പ്രവർത്തന രീതിയും പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമ വേണം, സമയമെടുക്കും. തൽക്കാലം യന്ത്രം വന്ന വലിയ ബോക്സ് സൈഡിലേക്ക് തട്ടാം. ഇവനാണ് നമ്മുടെ സാധനം. വോമർ ബൈ ഐബൽ എന്ന് ടോപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മോഡൽ നമ്പർ VRM18012. അതുപോലെ തന്നെ ഇൻപുട്ട് കപ്പാസിറ്റി 5.1 കിലോവോൾട്ട് ആംപിയർ. അതേപോലെ 170 to 250 വോൾട്ടേജിൽ നമുക്ക് ഇവനെ പ്രവർത്തിപ്പിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പവർ പ്ലഗിൽ സിമ്പിളായി തന്നെ ഉപയോഗിക്കാമെന്ന്. പിന്നെ ഉള്ളതാണ് ഇതിൽ സ്പെഷ്യൽ IGBT ടെക്നോളജി. അതായത് പഴയ വലിയ വെൽഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഇതിൽ ബൈപോളാർ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ വലിപ്പവും വളരെ കുറവാണ്, പവർ എഫിഷ്യൻറ്റും. അതാണ് ഈ IGBT ടെക്നോളജിയുടെ ഒരിത്. പെട്ടിയുടെ പുറത്ത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഹൈ പെർഫോമൻസ് ഇൻവെർട്ടർ ടെക്നോളജി, കോമ്പാക്ട് ഡിസൈൻ, ലൈറ്റ് വെയ്റ്റ്, ലോ എനർജി കൺസംപ്ഷൻ, സ്യൂട്ടബിൾ ഫോർ വേരിയസ് കൈൻഡ്സ് ഓഫ് വെൽഡിംഗ് റോഡ്സ്, അൾട്രാ വൈഡ് ഇൻപുട്ട് വോൾട്ടേജ്, ബിൽറ്റ് ഇൻ ആർക്ക് ഫോഴ്സ് ആൻഡ് ഹോട്ട് സ്റ്റാർട്ട്. അങ്ങനെ നീണ്ടുപോകും കാര്യങ്ങൾ. എന്നാൽ പിന്നെ അധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ പെട്ടി തുറക്കാം. കണ്ടോ, ഒട്ടും തട്ടോ മുട്ടോ കിട്ടാത്ത തരത്തിൽ തന്നെയാണ് പാക്കിംഗ്. ഗംഭീരം. ആദ്യം തന്നെ ഒരു ഹാൻഡിൽ കെട്ടി, കൂടാതെ ഒരു വയർ ബ്രഷുമുണ്ട്. തുരുമ്പും വെൽഡിംഗ് സ്ലാഗും തട്ടിക്കളയാനായി ഒരു സൈഡിൽ ചെറിയൊരു മെറ്റൽ ഹാമറുമുണ്ട്. ഇനിയുള്ളതാണ് കേബിളുകൾ. വെൽഡിംഗ് മെഷീന്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്യാനുള്ള കേബിളുകളാണ്. 2 കേബിളുകളിലും കൂടി വെൽഡിംഗ് റോഡ് ഹോൾഡറും എർത്ത് ക്ലാമ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രെങ്ത് ഉള്ള അടിപൊളി സാധനം. ചുമ്മാ ഉടായിപ്പ് ഐറ്റം ഒന്നും അല്ല കേട്ടോ. അതുപോലെ കേബിൾ ആണെങ്കിലും നല്ല ഗേജുള്ള കോപ്പർ കേബിളാണ്. കൂടാതെ ഗോൾഡ് പ്ലേറ്റഡ് മെയിൽ കണക്ടറും ഈ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വെൽഡിംഗ് സെറ്റ് ഒന്ന് മാറ്റി നോക്കാം, വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പും ഉണ്ട്. തൂങ്ങിക്കിടന്ന് വെൽഡ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് ഇവനൊരു മുതൽക്കൂട്ടാണ്. വെൽഡിംഗ് മെഷീൻ തട്ടി തോളിൽ കയറ്റാം. ഇനി കണ്ണുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു വെൽഡിംഗ് ഷീൽഡും ഉണ്ട്. കൂടാതെ ഈ കവറിൽ 2 ബ്ലാക്ക് ഗ്ലാസും തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് രണ്ടും വെൽഡിംഗ് ഷീൽഡിൽ ചേർത്ത് ഒന്ന് ഒട്ടിച്ച് ഹാൻഡിലും പിടിപ്പിച്ചെടുക്കണം. അത് നമ്മൾ തന്നെ ചെയ്യണം, കമ്പനി ചെയ്യൂല എന്ന് പറയാൻ പറഞ്ഞു. ഇനി ഒട്ടിക്കാനായി പ്രത്യേകിച്ച് പശയൊന്നും ആവശ്യമില്ലെന്നേ. ഇതുപോലെ ഈ ബ്ലാക്ക് ഗ്ലാസ് രണ്ടും ഷീൽഡിന്റെ ഉള്ളിലുള്ള സ്ലോട്ടിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സംഗതി സെറ്റ്. ഇനി ഈ ഷീൽഡിന്റെ 3 വശങ്ങളെയും ഒന്ന് മടക്കിയെടുത്ത ശേഷം സൈഡിലുള്ള ക്ലിപ്പിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ ഷീൽഡ് റെഡി. പിന്നെ ഒരു കാര്യം, ബോക്സിനകത്തുണ്ടായിരുന്ന ഹാൻഡിൽ കൂടെ ഈ ഷീൽഡിലേക്ക് പ്രസ് ചെയ്ത് ഘടിപ്പിച്ചെടുത്താൽ നല്ല ഒന്നാം തരം ഒരു ഐ പ്രൊട്ടക്ഷൻ ഷീൽഡും റെഡിയാണേ. അപ്പോൾ ഈ സംഗതികളെല്ലാം റെഡിയായ സ്ഥിതിക്ക് വെൽഡിംഗ് മെഷീൻ ഒന്ന് പരിചയപ്പെട്ട് കളയാമല്ലേ. ഇവനാണ് ഞാൻ പറഞ്ഞ കുഞ്ഞൻ വെൽഡിംഗ് മെഷീൻ. പാക്കിംഗ് ഒക്കെ കണ്ടല്ലോ, ഗംഭീരം. പെട്ടിയുടെ പുറത്തുണ്ടായിരുന്ന പോലെ തന്നെ മെഷീനിലും അത്യാവശ്യത്തിനുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡൽ നമ്പറും. മെഷീന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ കാണാം പോസിറ്റീവും എർത്തിനുള്ള നെഗറ്റീവ് ടെർമിനലുകളും. കൂടാതെ ടോപ്പിൽ തന്നെ വോൾട്ടേജ് അറിയുവാനുള്ള ഒരു ഡിജിറ്റൽ മീറ്ററും പിന്നെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റെഗുലേറ്ററും ഇത്രയും ഒക്കെയാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇനി ബാക്കിയും കൂടെ ഒന്ന് കണ്ടു കളയാമല്ലേ. ബാക്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഓൺ ഓഫ് ബട്ടണും പിന്നെ കൂളിംഗ് ഫാനും മാത്രമാണ് ബാക്കിലുള്ളത്. അപ്പോൾ സംഗതി എല്ലാവർക്കും കണ്ട് ബോധ്യമായല്ലോ അല്ലേ? ഒന്നും പറയാനില്ല, പൊളി സാധനമാണ്. ആർക്കെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടേ. ചുമ്മാ ഒന്ന് കയറി റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരെണ്ണം വാങ്ങി വെച്ചോ, ഒരു മുതൽക്കൂട്ടാണ്. വലിപ്പം ഞാൻ ഒന്ന് അളന്ന് കാണിക്കാമേ. എൻ്റെ കൈക്ക് 1.25 ചാൺ മാത്രമേ നീളമുള്ളൂ. ഏതാണ്ട് 12 ഇഞ്ച് നീളം വരും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പണി സൈറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാനും ഡ്രസ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസിയായി തട്ടിന് മുകളിൽ തൂക്കിയിടാനും ഒക്കെ പറ്റും. ഇനി അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാം, എന്നാലല്ലേ എല്ലാവർക്കും വിശ്വാസം വരൂ അല്ലേ. ആദ്യം തന്നെ എർത്ത് ക്ലാമ്പിന്റെ ലെഗ് നെഗറ്റീവ് ടെർമിനലിലേക്ക് ചേർത്ത് വെച്ച് ചെറുതായി ഒന്ന് തിരിച്ച് ലോക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് തിരിച്ചാൽ ലോക്ക് സെറ്റായി കിട്ടും. ഒരുപാട് തിരിക്കുകയും മറിക്കുകയും ഒന്നും വേണ്ട. ഇനി പോസിറ്റീവ് ടെർമിനലിലേക്ക് റോഡ് ഹോൾഡറിന്റെ ലെഗും ചേർത്ത് വെച്ചൊന്ന് തിരിച്ച് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എർത്ത് ക്ലാമ്പും റോഡ് ഹോൾഡറും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണക്ഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. തിരിഞ്ഞു പോകാത്ത വിധം എർത്ത് ക്ലാമ്പ് നെഗറ്റീവിലും റോഡ് ഹോൾഡർ പോസിറ്റീവിലും കണക്ട് ചെയ്തെടുക്കണം.
ഇനി ദേ പവർ കേബിൾ അഴിച്ചെടുക്കുന്നുണ്ടേ. കൂടാതെ ദേ 16 ആംപിയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ബോക്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഒരിക്കലും നമ്മുടെ വീട്ടിലെ 6 ആംപിയറിലുള്ള നോർമൽ സോക്കറ്റിൽ ദയവ് ചെയ്ത് വെൽഡിംഗ് മെഷീൻ കണക്ട് ചെയ്യരുത്. ലോഡ് കൂടുമ്പോൾ MCB ഡ്രിപ്പായി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മസ്റ്റായും 16 ആംപിയറുള്ള എക്സ്റ്റൻഷൻ ബോർഡ് പവർ സോക്കറ്റിൽ തന്നെ കുത്തി വേണം ലൈൻ എടുക്കാൻ കേട്ടോ. ഇത് ഞാൻ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഓൺ ആക്കിയ ശേഷം ഡിജിറ്റൽ മീറ്ററിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് മാക്സിമം 180 വോൾട്ട് വരെയും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുമേ. ഏറ്റവും കുറഞ്ഞത് 20 വോൾട്ടാണ് കേട്ടോ. അപ്പോൾ റേഞ്ച് 20 to 180 വോൾട്ട്. ദേ ഇനി ഞാനൊരു റോഡ് ചെറുതായി ഒന്ന് വളച്ചെടുത്തിട്ടുണ്ടേ. ഇവനെ നമുക്ക് റോഡ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിനേക്കാളും ഒന്ന് വളഞ്ഞ റോഡാണെങ്കിൽ പിടിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ വെൽഡിങ് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കണം. സേഫ്റ്റി ഇല്ലാതെ വെൽഡ് ചെയ്യാൻ നിൽക്കരുത്, കണ്ണടിച്ചു പോകും. വൈകിട്ട് കിടന്നുറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് നല്ല കറുത്ത ഗ്ലാസോ വെൽഡിംഗ് ഷീൽഡോ നിർബന്ധമായും ധരിച്ചിരിക്കണം. ദേ ഇനി ടെസ്റ്റ് ചെയ്യാനായി ഞാൻ പഴയ ഒരു ഇരുമ്പിൻ്റെ കട്ടിയുള്ള പീസ് എടുത്തിട്ടുണ്ടേ. ആദ്യം തന്നെ മെറ്റൽ പീസിലേക്ക് എർത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വോൾട്ടേജ് ഒരു 100-നും 110-നും ഇടയിൽ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ദേ കണ്ടോ, റാഡ് മെറ്റലിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടേ. ഗേജ് കൂടിയ മെറ്റൽ പീസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അല്പം കൂട്ടിയിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റോഡ് കയറി ഒട്ടും. ദേ ഞാൻ വീണ്ടും കറണ്ട് അല്പം കൂട്ടി ഒരു 130-ൽ വെച്ചിട്ടുണ്ടേ. ദേ ഇപ്പോൾ കണ്ടോ, റാഡ് ഉരുകി ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടേ. പിന്നൊരു കാര്യം പ്രത്യേകം പറയട്ടെ, ഞാനൊരു പ്രൊഫഷണൽ വെൽഡർ ഒന്നുമല്ല. വെൽഡിങ്ങിൻ്റെ ABCD അറിയാത്ത ഒരു തുടക്കക്കാരൻ മാത്രം. പിന്നെ വെൽഡിംഗ് പഠിക്കാനും വീട്ടിലെ മണാഗുണകളെല്ലാം ഒന്ന് വെൽഡ് ചെയ്യാനും വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ. എല്ലാ വീട്ടിലും കാണും ഒടിഞ്ഞ തൂമ്പയോ മൺവെട്ടിയോ വാക്കത്തിയോ എന്തേലും ഒന്ന്. അതൊക്കെ സിമ്പിളായി നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ദേ ഇതുപോലെ ഒരു മെഷീൻ വാങ്ങി വീട്ടിൽ വെച്ചാൽ. അപ്പോൾ ദേ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു കുറ്റവും പറയാൻ തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല പ്രൊഡക്റ്റാണ്, വിലയും കുറവ്. പിന്നെ വീട്ടിലേക്കൊക്കെ ഇത് തന്നെ ധാരാളം. എന്തായാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, വെൽഡിംഗ് മെഷീൻ വാങ്ങുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ. ആവശ്യമുള്ള കൂട്ടുകാർ ഒന്നും നോക്കണ്ട, ഓർഡർ ചെയ്തോ, സംഗതി ഉഷാറാ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീണ്ടും മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ബൈ ഫ്രം വിച്ചൂസ്.